ആശ്വാസമായി തളർന്നോരോ നേരത്തിലെല്ലാം അവകരങ്ങൾ ആശ്വാസമായി വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 തീമോഥെയോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒരാളുടെ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കാമല്ലോ. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന സമയം കർത്താവിൻ്റെ മുൻപിലാണല്ലോ. കർത്താവ് ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വിടുതലും ഈ രാത്രി ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ അതിശക്തമായ മഹത്വവും ദൈവത്തിൻ്റെ വിടുതലും ഇന്ന് രാത്രി പ്രാപിച്ചെടുപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. ആമേൻ, സ്തോത്രം. ഏലിയാവിൻ്റെ മുമ്പിൽ കർമ്മേലിൽ ഇറങ്ങി വന്ന ദൈവം, ഏലിയാവിൻ്റെ മുമ്പിൽ ആമേൻ സ്തോത്രം യോർദാനിൽ ഇറങ്ങി വന്ന ദൈവം ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നടുവിൽ യോർദാന്റെ നടുവിൽ അഗ്നിരഥങ്ങളും അഗ്നി കുതിരകളും ഇറങ്ങിയതുപോലെ ശമനപരകതുനി അതേ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നേരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് അഗ്നിരഥങ്ങളും കുതിരകളും ഏലിയാവിന്റെ നടുവിൽ എലിശ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ചിലർ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന രാത്രിയാക്കി സ്വർഗ്ഗത്തിലെ ദൈവം തീർക്കുമാറാകണമേ. ഞങ്ങൾക്കല്ലേ യഹോവേ, ഞങ്ങൾക്കല്ല. അങ്ങയുടെ പൊന്നു നാമം ദേശത്തിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലും മഹത്വപ്പെടുമാറ് ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി അതിശക്തമായി വെളിപ്പെടുമാറാകണമേ. കുടിൽ മുതൽ കൊട്ടാരം വരെ എൻ്റെ കരം പ്രവർത്തിക്കുമെന്ന് ആമേൻ 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 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജനത്തിനിടയിൽ വിളിച്ചു പ്രഖ്യാപിച്ച ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി മുതൽ ദേശത്തിൽ മാത്രമല്ല, പട്ടണങ്ങളിൽ മാത്രമല്ല, കൊട്ടാരങ്ങളിൽ മാത്രമല്ല, രാജ്യങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും വെളിപ്പെടുത്തുമെന്ന് അങ്ങയുടെ കരുതൽ ഇന്ന് രാത്രി അത് ഒന്ന് ശക്തിയോടെ ഒന്നുകൂടെ വെളിപ്പെടുന്ന രാത്രിയാക്കി സർവശക്തൻ തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്ത് ഈ രാത്രി ജനത്തിന്റെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി പരിശോധിക്കണമേ. തിരുവെഴുത്ത് ജനത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ കർത്താവേ. അതിശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ തെരഞ്ഞെടുപ്പ് രാത്രി ഇതിനകത്ത് നിയോഗത്തോടെ വെളിപ്പെടട്ടെ. പൈശാചിക കോട്ടകൾ ഇടിയുന്ന മാനുഷ്യമായ ചിന്തകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുന്ന ഒരു രാത്രിയാക്കി ദൈവം തീർക്കുമാറാകണം. ജനത്തിന്റെ ഇടയിലേക്ക് അതേ പ്രൈസലോട് നടന്നെത്തുന്ന ദൈവത്തിന്റെ കരുതലും വിടുതലും ഈ രാത്രി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഈ രാത്രി പിന്നെയും പ്രവർത്തിക്കുമാറാകണം. അത്ഭുതങ്ങളെ ചെയ്യണമേ. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് വചനമുണ്ടല്ലോ കർത്താവ്. അത് അതേപോലെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആമേൻ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ
അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. ആമേൻ. തീമോഥെയോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ ഒന്നാണ് ആമേൻ 1 തീമോഥെയോസ് 2 തീമോഥെയോസ് ലേഖനങ്ങൾ. ഈ തീമോഥെയോസ് ലേഖനങ്ങൾക്കകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദൈവത്താൽ പിടിക്കപ്പെട്ട ശൗലായിരുന്ന മനുഷ്യനെ പൗലൂസാക്കി ആമേൻ സ്തോത്രം അപ്പോസ്തലനാക്കി ആമേൻ സ്തോത്രം വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം പൗലൂസിനെ തെരഞ്ഞെടുത്ത് ദൈവത്തിന് നിയോഗപ്രകാരം നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആമേൻ ആമേൻ സ്തോത്രം ആമേൻ വിശ്വാസ കുടുംബങ്ങളോട് ആമേൻ ശക്തമായി ആത്മാവിൽ പ്രഖ്യാപിച്ചു പറയുന്നു, വിളിച്ചവൻ വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യണം? നല്ല ഭടനായി. സ്തോത്രം. കർത്താവിന് വേണ്ടി. ആമേൻ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. മകനെ തീമോഥെയോസേ, ആ വിളി കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകനെ തീമോഥെയോസേ, ആമേൻ എന്ന് പറഞ്ഞാൽ കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ആമേൻ. പൗലൂസിന്റെ കൈവെപ്പിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ തീമോഥെയോസ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ ഏടുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആമേൻ തീമോഥെയോസിന്റെ വിളിയും പൗലൂസിന്റെ യാത്രയും തമ്മിൽ വളരെ വളരെ സാമ്യപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു കടലിനോട് പറ്റിക്കിടക്കുന്ന കായൽ എന്ന പോലെ, നല്ലൊരു മഴ പെയ്യുമ്പോൾ കായലും കടലും ഒരുമിച്ച് കലരുന്നത് പോലെ ഒരു വലിയ ആമേൻ ആത്മീക അന്തരീക്ഷത്തിനകത്ത് നിന്ന് ആമേൻ സ്തോത്രം വേർതിരിച്ചെടുത്ത ഒരു മനുഷ്യനാണ് തീമോഥെയോസ് എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ ആമേൻ. ആർക്കും ആമേൻ ആഴം ആരാഞ്ഞറിയാൻ കഴിയാതെ ആമേൻ നീണ്ടു നിവർന്നു കിടക്കുന്ന കടലിനകത്ത് നിന്ന് ആമേൻ സ്തോത്രം ആമേൻ ഒരു ചെറിയ ഒരു കോണിൽ കിടക്കുന്ന ഒരു കായല് ആമേൻ അടുപ്പിക്കുന്നത് പോലെ. എന്നാൽ പൗലൂസ് തീമോഥെയോസിനെ വിളിച്ച് ആമേൻ ചില ഗുണപാഠങ്ങൾ കൊടുക്കുക. ഇവിടെ നോക്കി വായിക്കുന്നത്, മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കും, പ്രൈസ് ദി ലോർഡ്, മുൻപ് അവനെക്കുറിച്ചൊരു പ്രവചനമുണ്ടായിരുന്നു. ഈ പ്രവചനത്തിനകത്ത് ആമേൻ സ്തോത്രം പൗലൂസ് തീമോഥെയോസിനെ നിർത്താൻ ഭയങ്കരമായി പരിശ്രമിച്ചു. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ദൂത് നമുക്കുണ്ടല്ലേ, പണ്ടേ കിടപ്പുണ്ട് ദൂത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൂതുകളൊക്കെ കിടക്കുക, നിവർത്തീകരിക്കാൻ കഴിയാതെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൂത് ഇങ്ങനെ കിടക്കുക തീമോഥെയോസ്. എന്താ ദൂതെന്നറിയാമോ? ആമേൻ. ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായി ഇരിക്കേണ്ടതിന് ഇങ്ങനെ എന്നും പല വിശ്വാസങ്ങൾക്ക് നടുവിൽ ഞാൻ നിന്നെ പോയ കുറേ വിശുദ്ധന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ വിശുദ്ധനാണെന്ന്. ആമേൻ. അല്ലേ? ചിലർ പറയാം ഞാൻ വിശുദ്ധനാണ് എന്ന് പറയുക. എന്നാൽ കർത്താവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ ഒരു നല്ല ഭടനായി കണ്ടിരിക്കുക. ആമേൻ. ഭടൻ എന്ന് പറയുമ്പോൾ എന്താണ് ഭടന്റെ അർത്ഥമെന്നറിയാമോ? ആമേൻ. ഒരു രാജാവിൻ്റെ അടുത്ത് നിൽക്കുന്ന, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ആമേൻ. എടുത്തു പറയുകയാണെങ്കിൽ ആമേൻ എസ്തേറിൻ്റെ പുസ്തകം, ആമേൻ അഹശ്വേരോശ് രാജാവിൻ്റെ ആമേൻ അടുത്ത് നിൽക്കുന്ന ഹാമാൻ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വിശ്വസ്തനായ ഹാമാൻ ഒരു ഭടനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൻ്റെ എല്ലാ കാര്യങ്ങളും, തൻ്റെ ജീവന് മറുവിലയായി നൽകാൻ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ്റെ പേരാണ് ഹാമാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ ഒരു 17 വയസ്സുകാരൻ. ആമേൻ. അവൻ്റെ പേരാണ് യോസേപ്പ്. ഏറ്റവും കൂടുതൽ, അതായത് ആമേൻ സ്തോത്രം ബോധിഭവന്റെ ഭവനത്തിന്റെ താക്കോലിരിക്കുന്ന ആമേൻ യോസേപ്പിന്റെ കയ്യിലാ. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും തമ്മിൽ നോയിക്കേ. യോസേപ്പിന്റെ ജീവിതവും ഹാമാന്റെ ജീവിതം നോയിക്കേ. ഹാമാൻ കിട്ടിയതിനെ എന്ത് ചെയ്തു? ദുർവിനിയോഗം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോസേപ്പ് കിട്ടിയതിൽ വിശ്വസ്തനായിരുന്നു. ഇന്ന് രാത്രി കിട്ടിയതിൽ ആമേൻ സ്തോത്രം എല്ലാ അധികാരത്തിൻ്റെയും എല്ലാ കൊട്ടാരത്തിൻ്റെയും എല്ലാ റൂമുകളിലെയും താക്കോൽ യോസേപ്പിന്റെ കയ്യിലിരിക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വചനത്തിനകത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ഇന്ന് രാത്രി ചിലത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആമേൻ തീരുമാനങ്ങളിലേക്ക് ഉറച്ചു നിൽക്കുവാനും ദൈവം എന്നെ എന്താണോ ഏൽപ്പിച്ച
പഠിപ്പിച്ചത്, അതിലേക്ക് എനിക്ക് നിൽക്കണമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനത്തോടെ ഇരിക്കുമെങ്കിൽ ഒരു യോസേപ്പിന് നോക്കൂ, ഒരു ഹാമാനെ നോക്കൂ, രണ്ട് ധ്രുവത്തിലേക്ക് സഞ്ചരിക്കുക. പക്ഷെ ഒന്ന്, ഹാമാനെ അഹശ്വേരോശ് രാജാവിന്റെ വാ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? കഴുകുമരത്തിൽ കയറ്റി. ഉടബൽക്കമനപരകതുനി. എന്നാൽ നോക്കൂ, പോത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തനായവൻ ജയിലിൽ കിടന്നെങ്കിലും ജയിലിനകത്തുനിന്ന് അവനെ പ്രൈം മിനിസ്റ്റർ ആക്കി, ഒരു CM ആക്കി, അവനെ ദേശത്തിൽ ആദരിച്ചെങ്കിൽ രണ്ടും രണ്ട് തലമാണ്. ഒന്ന് വിശ്വസ്തനും രണ്ട് കഴുകുമരത്തിൽ കയറിയത്. വിശ്വസ്തനായിരുന്നവൻ ചതിയുടെ കുബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് അവൻ കിടക്കുന്ന എവിടെയെന്നറിയാമോ? കഴുകുമരത്തിന്റെ ഉയരത്തിൽ കിടക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്ന, ക്രിസ്തുവിൽ ലഭിക്കുന്ന അല്പസമയമുണ്ട്. ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80. ഇത്ര ഇതിനകത്ത് വച്ച് നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമുക്കിവിടുന്ന് ബായി പറയേണ്ട സമയമായി. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി നോക്കൂ. ഇനി എത്ര വയസ്സ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനുണ്ടെന്ന് നോക്കൂ. ഈ രണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു വന്ന് ചിലപ്പോൾ 50 പ്രൈസ് വർഷമായിട്ടുണ്ടാകും നമ്മൾ ജനിച്ചിട്ട്. ചിലപ്പോൾ 60 വർഷമായിരിക്കും, ചിലപ്പോൾ 40 വർഷമായിരിക്കും. ഇനി എത്ര വർഷമുണ്ട്? ഹല്ലേലൂയ. ഈ 50 വർഷം കൊണ്ട് എത്ര പേരെ സ്നാനപ്പെടുത്തി? എത്ര പേരെ ദൈവഭാഗത്ത് കൊണ്ടുവന്നു? എത്ര പേരെ സഭയിലെ മൂപ്പിനെ ഏൽപ്പിച്ചു? എത്ര പേരെ കൊണ്ട് സഭയിലെ അധ്യക്ഷന്മാരെ ഏൽപ്പിച്ചു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് സ്തോത്രം. ഈ 50 വർഷത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു കണക്കെടുപ്പ്, ഒരു സെൻസസ് പ്രൈസ് ദി ലോർഡ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്, മുൻപേ ഉണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ എനിക്ക് ഏൽപ്പിക്കുന്ന സ്തോത്രം, നീ വിശ്വസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ എന്ത് ചെയ്യണം. ഒന്ന്, നല്ല മനസ്സാക്ഷി വേണം. ഒന്ന്, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവ എന്ത് ചെയ്യണം? അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നല്ല യുദ്ധസേവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്നവർക്കറിയാം കേട്ടോ, യുദ്ധം തീരത്തില്ല, ഒരിക്കലും തീരത്തില്ല. നിങ്ങൾക്കറിയോ? സ്തോത്രം. ഇന്നേക്ക് 26 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ യുദ്ധമാ, ഇതുവരെയ്ക്കും തീർന്നിട്ടില്ല. അന്ന് ഒരു യുദ്ധമേ ഉള്ളുവായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നല്ല യുദ്ധം എന്നറിയാമോ? നാളെ നേരം വെളുക്കുമ്പോൾ പറയും ഇനി അടുത്ത യുദ്ധം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ്. ഉറങ്ങാൻ കണ്ണടയ്ക്കാൻ പോലും കഴിയാതെ യുദ്ധക്കളത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു സമയത്ത് യുദ്ധമെല്ലാം കർത്താവ് നിർത്തലാക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നിർത്തലാക്കിയെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബോംബ് കൊണ്ടിടുന്നത് പോലെ അല്ല ഇത് എന്നേക്കുമായി ദൈവം യുദ്ധം നിർത്തലാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നും നമുക്ക് പോരാട്ടമില്ല, എന്നും യുദ്ധക്കളത്തിലല്ല. ഒരു ദിവസം പലപ്പോഴും നമ്മൾ പറയാറില്ലേ, കർത്താവ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, കർത്താവ് എന്താ ഇതൊന്നും നടക്കാത്തത്, എന്താ ഇതൊന്നും ചെയ്യാത്തത്? പിന്നെയും ആൾക്കാർ പറഞ്ഞതുപോലെ ദുഷ്ടനെ പ്രൈസ് ദി ലോർഡ് പന പോലെ വളർത്തുമെന്നൊക്കെ ആൾക്കാർ പറയുന്നല്ലോ, അതുപോലെയാണോ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, ഞാൻ നിന്നെ ഏൽപ്പിച്ച് എന്ത് ചെയ്യണം? ആമേൻ, അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്നും സ്തോത്രം, ഇങ്ങനെ നടക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ആമേൻ, ഒരു വാക്യം കൂടെ വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1 തീമോഥെയോസിന്റെ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ 1 തീമോഥെയോസിന്റെ ലേഖനം 4:14 കേട്ടോ, 4:14 വാക്യം ഒന്ന് വായിക്കാമോ? മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക.
ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഇന്ന് രാത്രി ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മെ ചില ദൂതുകൾ ഏൽപ്പിക്കുക, ചില ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഒരാളോട് സംസാരിക്കുക. ആമേൻ. അഭിഷേകത്തിന് എന്തിനാ മോശയ്ക്ക് 82-ാമത്തെ വയസ്സിൽ 30 ലക്ഷത്തെ ഏൽപ്പിച്ച് തിരിച്ചു വിളിച്ചത്? ആ കിളവനായിരിക്കുമ്പോൾ ആ കിളവനായിരുന്നപ്പോൾ എന്തിനാ തിരിച്ചു വിളിച്ചത്? അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിങ്ങനെയാ, ആമേൻ, ദൈവദാസനെ, എൻ്റെ പൊന്ന അഭിഷേകത്തിനെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന് പ്രായമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാണോ നീയും ഞാനും തികവുള്ളവനായി തീരുന്നത്, അപ്പോൾ ദൈവം നമ്മെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിളി ഒരു 1.5 വിളിയായിരിക്കും. ഓ, അങ്ങനെയാണല്ലേ? അതെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളിൽ നിക്ഷേപിക്കുന്നതെല്ലാം ഇങ്ങനെ ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ചിന്തിക്ക്. ആമേൻ. സ്തോത്രം. ഇതിന് ഒരിക്കലും നിർത്തലുണ്ടാകും. ആ സമയത്ത് ദൈവം നിന്നെ എന്നെയും ആമേൻ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്ത് ദൈവം നമ്മെ ചില കൈവയ്പ്പിന് വേണ്ടി ദൈവം നമ്മെ വേർതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടോ 14-ാമത്തെ വാക്യത്തിൽ, മൂപ്പന്മാരുടെ കൈവയ്പോട് കൂടെ, പ്രൈസ് ദി ലോർഡ്, പ്രവചനത്തിൽ നിനക്ക് ലഭിച്ചതായി. നോക്കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചത്? മൂപ്പന്മാരുടെ കൈവയ്പിലൂടെ. അപ്പൊ മൂപ്പന്മാരുടെ കൈവയ്പിലൂടെ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകന്മാരുടെ കൈവയ്പ് നിങ്ങളുടെ ശരീരത്തിൽ വീണിട്ടുണ്ടോ? ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിഷക്തന്മാരുടെ കൈവയ്പ് നിങ്ങളുടെ ശിരസിലേക്ക് വന്നിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പായിട്ടും അന്ന് ലഭിച്ച ഒരു വാക്കാണെങ്കിലും അത് തീയാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതെന്താണ്? തീയാണ്. ആമേൻ. പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ ആമേൻ നിന്നിലുള്ള കൃപാവര ഉപേക്ഷ എന്ത് ചെയ്യരുത്? വിചാരിക്കാതെ. ഇപ്പൊ കൃപാവരങ്ങളെല്ലാം ആമേൻ ഉപേക്ഷയായി വിചാരിച്ച് മുൻപിലോട്ട് പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ അഭിഷക്തന്മാരെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ശത്രു കൂടെ അങ്ങ് ചേരും. അതിൽ നിർത്തത്തില്ല. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നത്? പറ, യുദ്ധക്കളത്തിലാ. അതാണ് ഈ തീമോഥെയോസിനെ ഇടയ്ക്കിടയ്ക്ക് പൗലോസ് വിളിച്ച്, പൗലോസ് എവിടെയായിരുന്നാലും തീമോഥെയോസിനെ ഒരിക്കലും മറക്കത്തില്ല. കാരണം തീമോഥെയോസിനെ മനസ്സിലാക്കിയത് പൗലോസിനെ പോലെ വേറെ ആർക്കും അറിയത്തില്ല. തീമോഥെയോസ് ഭയങ്കരനാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവനെ മനസ്സിലാക്കാൻ പൗലോസിനല്ലാതെ വേറൊരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നിലധികം പ്രാവശ്യം നിങ്ങളുടെ ഫോണിൽ അഭിഷക്തന്മാർ വിളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്ക്. വെറുതെ ഒന്നും ടൈം പാസിൽ നിങ്ങളെ ആരും വിളിക്കത്തില്ല. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ചിന്തിക്കുക. ആമേൻ. സ്തോത്രം. ആമേൻ. പലർക്കും വെളിപ്പെടാത്തത് എല്ലാവരും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച നമ്മുടെ ആമേൻ ബീന അഭിഷത്തെ നിങ്ങൾ സാക്ഷ്യമായി പ്രസംഗിച്ച ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷത്തയോട് ചോദിച്ചാൽ അവർ തന്നെ പറയും. പ്രൈസ് ദി ലോർഡ്. അഭിഷത്തിനെ ആമേൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുമുണ്ട്, ആമേൻ സല്ലപിക്കാൻ വിളിക്കുന്നവരുമുണ്ട്, ടൈം പാസിന് വേണ്ടി വിളിക്കുന്നവരുണ്ട്. ആമേൻ. സ്തോത്രം. ആയിരക്കണക്കിന് പേര് ആമേൻ. സ്തോത്രം. എല്ലാവരുടെ കയ്യിലും ഫോൺ നമ്പർ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതല്ല. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. നിങ്ങളെ ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവം വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ വേലയിൽ നിർത്തിയെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒത്തിരി അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ തീമോഥെയോസിന് പറയുന്നത്. സ്തോത്രം. അടുത്തെന്താ? 13-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? 13-ാമത്തെ വാക്യം. ആ 12-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? 11-ാമത്തെ വാക്യം കണ്ടോ? അവിടെ 13-ാം വാക്യം പറയുന്നു, ഞാൻ വരുവോളം വായന 2, പ്രബോധനം 3, ഉപദേശം 4 എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. പൗലോസ് എടുക്കുന്ന കട്ടിയുള്ള ദൂത കണ്ടോ?
ഞാൻ വരുവോളം. അപ്പോ ഞാനിപ്പോ നിന്റെ അടുത്ത് ഇല്ല. ഇന്ന് രാത്രി നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നു, ഇങ്ങനെ പോയാൽ പറ്റില്ല ബ്രദറെ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ശത്രു കണ്ടാൽ, ആമേൻ, സ്തോത്രം, ആ വിളിയെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി മറന്നു പോകരുത് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥനാ മുറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ, ആമേൻ, സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പൊതുവേദിയിൽ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പൊതുവേദിയിൽ പറയും, ഇല്ല വ്യക്തിപരമായി പറയേണ്ട കാര്യമാണെങ്കിൽ വ്യക്തിപരമായി പറയും, ഇല്ല സഭയിലെ പാസ്റ്റർ മുഖാന്തരം എത്തിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ പറയും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇതാണ് പരിജ്ഞാനത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. സ്തോത്രം, ആമേൻ. ആമേൻ. സഭാ പാസ്റ്ററോട് പറയേണ്ട കാര്യങ്ങളുണ്ട്, പൊതുവിൽ പറയാത്ത കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായി പറയാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളുണ്ട്. അതാ ഇവിടെ പറഞ്ഞു, ഞാൻ വരുവോളം വായന, പ്രബോധനം. അപ്പൊ വായിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്? പ്രബോധനം. 2, ഉപദേശം. ഇന്ന് അതാണ് ഇഷ്ടപ്പെടാത്ത. ഇന്ന് ഉപദേശമാണ് ഇഷ്ടപ്പെടാത്ത. ആമേൻ. പ്രബോധനവും ഉപദേശവും. പ്രബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊല്ലാനുള്ള കലിയ. ഒരു 5 മിനിറ്റ് പ്രബോധിപ്പിക്ക് അഭിഷത്തെ, അത് മാത്രം പറയരുത്. സ്തോത്രം. അത് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്. അഭിഷത്തിനെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രബോധിപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? 1, വായനയില്ല. സ്തോത്രം. അവിടെ കണ്ടോ, ഞാൻ വരുവോളം ആദ്യം എന്താ ചെയ്യേണ്ടത്? വായന. വായിക്കുന്നവൻ പ്രബോധിപ്പിക്കും. അത് പൗലോസിന് നല്ലവണ്ണം അറിയാം. ആമേൻ, സ്തോത്രം. 2000ഓളം ഗമാലിയന്റെ കാൽ കീഴിലിരുന്ന് വചനം പഠിച്ച ഒരു മനുഷ്യനാണ് ആരാ? അപ്പോസ്തലനായ പൗലോസ്. ശൗല് 1, 2 അല്ല, 2000ഓളം വരുന്ന ഗമാലിയന്റെ കാൽ കീഴിലിരുന്ന് വചനം പഠിച്ച് വായിച്ച് അഭ്യസിച്ച് ആലയങ്ങൾക്ക് വിരോധമായി സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ ആരായിരിക്കണം? പുസ്തകപ്പുഴുവ. നമ്മൾ പറയാറില്ലേ, പുസ്തകപ്പുഴുവായിരിക്കണം. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ഡയറി എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും ഡയറി? നമ്മുടെ പഠിത്ത സമയത്തോ ഇപ്പോഴും എഴുതുന്നുണ്ട് പലരും. വിവാഹ ജീവിതത്തിൽ കയറിയിട്ടും സഹോദരന്മാരും സഹോദരിമാരും ഡയറി എഴുതാറുണ്ട്. ഓരോ ദിവസവും അവരെന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലത് കുറഞ്ഞുപോയി. എങ്കിലും ആമേൻ, സ്തോത്രം, മൊബൈൽ ലോകമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ഒരു 10-15 വർഷത്തോളം ഞാൻ എഴുതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെ പോകുന്നു, മീറ്റിംഗ് ചെയ്യുന്നു, ഇന്ന ആളിൻ്റെ ദൈവാത്മാവ് ഇങ്ങനെ ചെയ്തു, ആമേൻ, ഇന്നയാളിൽ ഇരുന്ന പൈശാചിക മണ്ഡലം ഇളകിപ്പോയി, ഇന്നയാൾ സൗഖ്യമായി, അല്ലെങ്കിൽ ഇന്ന സഭയിലോട്ട് പോയപ്പോൾ എനിക്ക് വന്ന നേരിട്ട പ്രതികൂലങ്ങൾ, ആമേൻ, ഇന്നടത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ചില വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ ഞാൻ ഡയറി എഴുതാനുണ്ട്. സ്തോത്രം. എൻ്റെ ഡയറി വേറൊരാളെടുത്ത് ഞാൻ കാണാതെ എപ്പോഴാണോ വായിച്ചത് അത് ഞാൻ കണ്ടത് ഓൺ ദ സ്പോട്ടിൽ നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കൂടെ തൂക്കി വിറ്റു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ ആമേൻ, 1, നീ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും നിന്റെ യൗവനം എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. നിന്റെ യൗവനം എന്ത് ചെയ്യരുത്? ആരും തുച്ഛീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്നും തുച്ഛീകരിക്കാൻ നീ എന്ത് ചെയ്യരുത്? ഇടയാക്കരുത്. വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. കണ്ടോ, കൊടുക്കുന്ന വാക്ക് കണ്ടോ? ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ? ഹല്ലേലൂയ. എന്നാൽ ഒരു ശിഷ്യന് ഗുരു കൊടുക്കുന്ന ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഉപദേശത്തിൽ ഒന്നാണ് ഇവിടെ, നിന്റെ യൗവനം എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. ആരും നിന്നെക്കുറിച്ച് സ്തോത്രം മോശമായി പറയാൻ നീ ഇടയാക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അടുത്ത് നോക്കി താഴോട്ട് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, മൂപ്പന്മാരുടെ കൈവയ്പിലൂടെ. ഇന്ന് രാത്രി മൂപ്പന്മാരുടെ, പിതാക്കന്മാരുടെ കൈവയ്പ് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് തലവയ്ക്കാൻ പാടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് നിയോഗിക്കപ്പെട്ട ചിലരുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ കൊണ്ട് തലവച്ച് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ കൈവയ്പിലൂടെ ലഭിക്കുന്ന ദൈവകൃപ,
അത് ചെറുതല്ല, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് കേട്ടോ. ദൈവഭക്തന്മാരിൽ കൂടെ ലഭിക്കുന്ന ദൈവകൃപ അത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ കയ്യിലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. സഭയിലുള്ള നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന അഭിഷക്തന്റെ കൈവയ്പിലൂടെ നമുക്ക് പകരപ്പെടുന്ന ഒരു ആത്മീക നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പട്ടണങ്ങൾ തോറും കയറി ഇറങ്ങി അല്ലേ? ആമേൻ. യേശു കർത്താവ് പട്ടണങ്ങൾ തോറും കയറി ഇറങ്ങി. പള്ളികളിലുണ്ടായിരുന്നു ആരാ? വരണ്ട കൈയുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷപാതം പിടിച്ചവർ. ആമേൻ. മരിക്കത്തക്ക കഠിനമായ ജ്വരം പിടിച്ചവർ എവിടെ ഉണ്ടായിരുന്നു? പള്ളികളിലുണ്ടായിരുന്നു. യേശു കണ്ടു. ഇന്ന് രാത്രി ആമേൻ പള്ളികളിൽ യേശു കയറി ഇറങ്ങിയെങ്കിൽ അതുപോലെയാണ് ഇന്ന് അഭിഷക്തന്മാർ ആമേൻ പ്രൈസ് ദി ലോർഡ് ആലയങ്ങളിൽ ദൈവം കൊണ്ട് എത്തിക്കുന്നത്. കൃപാവരമുള്ള അഭിഷക്തന്മാർ നമ്മുടെ ആലയങ്ങളിൽ ആമേൻ നമ്മുടെ സഭയിലെ അഭിഷക്തന് ഇരിക്കെ വേറെ അഭിഷക്തന്മാരെ ആലയത്തിൽ കൊണ്ടെത്തിക്കുന്നത് എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആലയത്തിനകത്ത് ആമേൻ ആ സഭയിലെ പുരോഹിതന് പലപ്പോഴും പറയാൻ കഴിയാത്ത പലതും ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് വിടുവിക്കാൻ കഴിയാത്ത പലതും ആമേൻ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി കർത്താവ് ആമേൻ ചില അഭിഷക്തന്മാരെ ആലയത്തിലേക്ക് അയക്കും കേട്ടോ. അത് വെറുതെ അയക്കുന്നതല്ല, നിയോഗത്തോടെ ദൈവം അയക്കും. ആ വരവുണ്ടല്ലോ, പിള്ളാരെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 1.5 വരവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അവൻ രാവിലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, അഭിഷക്തനെ ആമേൻ സ്തോത്രം, നിങ്ങളൊരു 13-14 വർഷം മുമ്പ് നമ്മുടെ ചർച്ചിലേക്ക് വന്ന ഒരു വരവുണ്ടല്ലോ. ആമേൻ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഫോൺ വാച്ച് സംസാരിക്കുക, പാസ്റ്റർ ഒരു 1.5 വരവായിരുന്നു. ആമേൻ. അതിനുശേഷം ഇതുവരെയ്ക്കും നിങ്ങൾ ചർച്ച വന്നിട്ടില്ല, ഇതുവഴി പോയിട്ട് പോലും. ആമേൻ. ഇന്ന് ചർച്ചൊക്കെ മാറി. ആമേൻ. 500 പേർക്ക് താഴെ ഇരിക്കാനുള്ള ഹാളും ആമേൻ മുകളിലെ ബാൽക്കണി ഇരുന്നിട്ട് ആമേൻ താഴോട്ട് ആരാധന കാണാൻ 250 പേര്. ആമേൻ. ശ്രദ്ധിക്കൂ. ആമേൻ. ദൈവം അന്ന് കാലഘട്ടങ്ങളിൽ ചെല്ലുമ്പോൾ ആമേൻ ഓല മറച്ച ഒരു പുരയായിരുന്നു. സ്തോത്രം. എന്നാൽ പലരെയും അതിനകത്തുനിന്ന് ആമേൻ ന്യൂയോർക്ക് എന്ന പട്ടണത്തിലും ജർമ്മനിയിലേക്കും കാനഡയിലേക്കൊക്കെ പലരെയും അതിനകത്തുനിന്ന് ഭക്തന്മാരുടെ തലമുറകളെ ഒപ്പിയെടുത്ത് ആമേൻ സ്നേഹത്തിന്റെ ഭാഷയും പരിശുദ്ധാത്മാവിന്റെ ചലനത്തിലും ദൈവം രാജ്യങ്ങളിലേക്ക് അയച്ചു. രാജ്യങ്ങളുടെ നന്മ കൊണ്ടുവന്ന് ഒന്നുപോലും നഷ്ടപ്പെടുത്തി കളയാതെ ആലയത്തിന് അടിസ്ഥാനമിട്ട് ആലയത്തെ ദൈവം അഭിഷേകം ചെയ്യാനിടയിൽ. ഇന്ന് രാത്രി ദൈവം നമ്മെ സഭയെ വളർത്തും കേട്ടോ. ചിലരെ ദൈവം അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അത് എത്ര പൈശാചികൻ ഇനി എന്തുമാത്രം പ്രശ്നത്തിലേക്ക് ഇറങ്ങിയാലും ആമേൻ നിങ്ങൾ ഭാരപ്പെടണ്ട. ആമേൻ സ്തോത്രം. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ആലയം സ്വർഗം പണിയും. പ്രൈസ് ദി ലോർഡ്. ആലയം കർത്താവിന്റെ ചങ്കല ചോര കൊടുത്ത് വാങ്ങിയതാ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ അഭിവൃദ്ധി എല്ലാ പേർക്കും എന്തായിരിക്കണം? പ്രശസ്തമായിരിക്കേണ്ടതിന് ആമേൻ ഇത് കരുതുക, ഇതിൽ തന്നെ ആമേൻ ഇരുന്നു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഏതിൽ തന്നെ? വായനയിൽ തന്നെ നീ എന്ത് ചെയ്യണം? ഇരിക്കണം. മുൻപേ പറഞ്ഞ ദൂതുകളാ. ആ കൈവയ്പ് തലയിൽ ഇരിക്കുക. അതുകൊണ്ട് നിനക്ക് വേറെ ഒന്നിലോട്ടും ചഞ്ചലിക്കാൻ കഴിയില്ല. സ്തോത്രം. നിങ്ങൾക്കറിയോ, 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന എന്നെ കർത്താവ് പറഞ്ഞു ഇറങ്ങി വാന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങടാന്ന് പറഞ്ഞ ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇറങ്ങും? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ നീ എന്താ ഇങ്ങനെ കാണിച്ചേ? അന്ന് എനിക്ക് മാസം തോറും എണ്ണി വാങ്ങിച്ചുകൊണ്ടിരുന്നതാ. വെയിലടിക്കണ്ട, പുകയടിക്കണ്ട, ആരെയും വായിരിക്കുന്ന കേൾക്കണ്ട, കസേര ഇരുന്ന് കറങ്ങുന്ന കസേര മാത്രം ഇരുന്നാൽ മതി. എന്നാൽ നീ എന്നെ ഇങ്ങനെയും കൊണ്ട് പട്ടിണി കിട്ടല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തിനാണ് കർത്താവേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ചിലപ്പോൾ ഒരു ചായക്കുള്ള പൈസ കൈ കാണത്തില്ല. പേഴ്സിൽ എവിടെയൊക്കെ അരിച്ചു പറയ്ക്കാലും 1 രൂപ പോലും കാണാത്ത, ചിലപ്പോൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ 98 കാണും. 2 രൂപ പോലും കാണത്തില്ല ചില ദിവസങ്ങളിൽ 100 തികയ്ക്കാൻ. അപ്പോഴൊക്കെ ദൈവത്തോട് ഞാൻ പരാതി പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അതിശക്തനാ കേട്ടോ. സൂര്യൻ അസ്തമിക്കും മുൻപേ വേലക്കാരൻ്റെ കൂലി കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വേലക്കാരൻ്റെ കൂലി എവിടെ? സൂര്യൻ അതാത് ദിവസത്തെ സൂര്യൻ
അസ്തമിക്കും മുൻപേ നിന്റെയും എന്റെയും കണക്ക് തീർക്കാൻ ഒരുത്തൻ സ്വർഗത്തിലിരിപ്പുണ്ട്. അവൻ നിന്റെയും എന്റെയും കണക്ക്, ഓരോ ദിവസത്തെയും കണക്ക് മാസത്തിൽ തരുന്നതല്ല, ഓരോ ദിവസവുമാണ് അവൻ തന്നിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2 തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രൈസ് ദി ലോർഡ് 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കേട്ടതൊന്നും കൊണ്ട് തലയിണയ്ക്കകത്ത് വച്ച് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ അഭിഷേകം ചെയ്തത്, നിന്നെ ഞാൻ പുറത്തെടുത്തത്. നീ പല സാക്ഷികളുടെ മുൻപിൽ നിന്നെ വിസ്തരിക്കാൻ ഇട്ടുകൊടുക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ചില വേദനകൾ വരുമ്പോഴേ ഭാരപ്പെടണ്ട കേട്ടോ. എന്നെയും നിന്നെയും പല സാക്ഷികളുടെ മുൻപിൽ, എന്നെയും നിന്നെയും ചിലപ്പോൾ ഒരു ദിവസം പോലും കണ്ട് പരിചയം പോലും ഇല്ലാത്തവർ നമ്മെ വിളിച്ച് വിസ്തരിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നൂൽപ്പാലത്തിനേക്കാൾ ആമേൻ നൈസായ തലത്തിൽ കൂടെയൊക്കെ നമ്മെ കയറ്റിയിറക്കും. അപ്പോൾ നീ എവിടെ വരണമെന്നറിയാമോ? വചനത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. എൻ്റെ മകനെ, ആമേ, ക്രിസ്തേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. റബലബരകതുനി അതുരകരകദന ധൂരമനാരകൽഖനാദി. എങ്ങനെ ശക്തിപ്പെടണം? ക്രിസ്തേശുവിലുള്ള. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ക്രിസ്തേശുവിലുള്ള, മനുഷ്യരോടല്ല. പിന്നെ ആരാ? ക്രിസ്തേശു. മകനെ, നീ എവിടെയായിരുന്നാലും നിന്റെ കാര്യം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ മുൻപിൽ, കർത്താവിന്റെ പ്രവൃത്തിക്കായി, കർത്താവിന്റെ ഹിതത്തിനായി, കർത്താവിന്റെ മഹത്വത്തിനായി ദൈവം തീമോഥെയോസിനെ വിളിക്കുമ്പോ വിളി കേട്ടോ, മകനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മളെ സഭയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന വാക്കാ മകനെ. ആമേ. ഇന്ന് അങ്ങനെ ഒരു വിളി കിട്ടിയിരുന്നെങ്കിൽ സന്തോഷപ്പെട്ടിരിക്കുന്നവരുണ്ട് അല്ലേ? ഇന്ന് മകനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ സഭയിൽ നിന്ന്? മകനെ. രക്ഷിക്കപ്പെടുത്തിയ പാസ്റ്റർ വിളിക്കാറുണ്ടോ? മകനെ, മകളെ എന്ന് വിളിക്കാറുണ്ടോ? ആ വിളിയുണ്ടല്ലോ, അപ്പനേക്കാൾ വലിയ വിളിയാണ്, അമ്മയേക്കാൾ വലിയ വിളിയാണ്. ആമേ, സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന പലരെക്കാളും വിളിക്കുന്ന വിളിയാണ് മകനെന്നും മകളെന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ, നിങ്ങളെ ഒരുവൻ വിളിക്കുന്നുണ്ട്. മകളെ, മകനെ ചേർത്ത് പിടിക്കുക, ചേർത്ത് അവൻ ചേർത്ത് പിടിക്കുക. എന്തിനാണെന്നറിയാമോ? ആമേ, കൃപയിൽ നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പലപ്പോഴും നമുക്ക് ശക്തിയില്ലാതായിട്ടുണ്ട് അല്ലേ? പല പ്രാവശ്യം പലതും നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ കൂടെ പറ്റി നിന്നവർ പലപ്പോഴും നമ്മെ ചവിട്ടിക്കളയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ആമേൻ, നമ്മൾ ഹാസ്യ നടകൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ്. ആമേൻ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ആമേൻ, നമ്മൾ വിഷമത്തിരിക്കുമ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന, സങ്കടങ്ങളൊക്കെ മാറ്റിക്കളയുന്ന ഒരു മനുഷ്യനാണ് സലീം കുമാർ. പ്രൈസ് ദി ലോർഡ്. മാനുഷ്യമായ രീതിയിൽ കേട്ടോ, മാനുഷ്യമായ രീതിയിൽ നല്ലൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കേട്ട് കാണും ചിലപ്പോൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടിരിക്കുക. ആമേൻ, എനിക്ക് ഭാര്യയും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ആമേൻ, അവൾക്ക് അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്, പക്ഷേ ആരുമില്ല. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുപോലെ തന്നെ തിരിച്ചും. ആമേൻ, എനിക്ക് അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട്, പക്ഷേ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ആമേൻ, ഭയങ്കരമായ ശക്തമായ വാക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മനുഷ്യൻ കുടുംബജീവിതത്തിൽ, കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യക്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നീ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക. അതുപോലെ തന്നെ സഹോദരിയോടും പറയുന്നത്. എല്ലാവരെയും വിട്ട് അദ്ദേഹം പറയുക, ഞാൻ ഇത്രയും ജീവിച്ചിരിക്കുന്ന കാര്യം എൻ്റെ ഭാര്യയുടെ കഴിവാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോഴേ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ ചില കാര്യങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആമേൻ, ഹൃദയമുള്ളവരൊക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് വേദനിക്കാറുണ്ട്. സ്തോത്രം. ആമേൻ. ഇപ്പോഴീ വില അറിയത്തില്ല കേട്ടോ. ഇത് നഷ്ടപ്പെടുമ്പോഴാണ്
ചിലരൊക്കെ നഷ്ടപ്പെടുമ്പോൾ തീർന്നു പോകും. അതോടുകൂടി അങ്ങ് ഒന്നീ പിന്മാറിപ്പോകും. വിശ്വാസിയാണെങ്കിൽ പിന്മാറിപ്പോകും. അവിശ്വാസിയാണെങ്കിൽ ചിലപ്പോൾ മദ്യത്തിലോ മയക്കുമരുന്നിലോ ജീവിച്ചു പോകും. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, കർത്താവ് എന്താ പറഞ്ഞറിയാമോ? നീ പല സാക്ഷികളുടെ മുൻപാകെ, ആമേൻ ആമേൻ, ഇന്ന് രാത്രി ആ സാക്ഷികളുടെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ താഴെ 3-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഓ, എന്തു നൈമം ജീസസ്, ഹല്ലേലൂയ. എന്താണ്? നീ എന്നോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. കഷ്ടം സഹിക്കാൻ ഓക്കെ ആണോ? എങ്കിൽ മാത്രം കൈവക്കിയാൽ മതി, ഇല്ലാതെ കൈവക്കണ്ട. ഞാൻ പൊക്കുന്നതുകൊണ്ട് കൈവക്കണ്ട. കഷ്ടം സഹിക്കാൻ ഓക്കെ ആണോ? കഷ്ടം അനുഗ്രഹം പ്രാപിക്കാനല്ല, കഷ്ടം സഹിക്കാൻ ഓക്കെ ആണോ? അല്ല, ഞാനും ഓക്കെ അല്ല. എന്താ കാര്യം? ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? അനുഗ്രഹം പ്രാപിക്കണം, സന്തോഷമായി ജീവിക്കണം. പക്ഷേ നന്മ പ്രാപിക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവർക്കറിയാം, ആമേൻ, നല്ല ഭടനായി, ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീ എന്നോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ആമേൻ. ഇത് കഷ്ടമാണ്. 2 വർഷം 3 വർഷം പൂർത്തീകരിച്ചാൽ നിങ്ങൾ ജയിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജയിച്ചു എന്നാ. ഇതിനകത്ത് ശത്രു പല പദ്ധതികളും ഒരുക്കും. കാരണം എന്നറിയാമോ? നീയും, ആമേൻ, സ്തോത്രം, എന്നോട് കൂടെ. കർത്താവ് പറയുക, എന്നോട് കൂടെ. നമ്മൾ ആരോട് കൂടെയാ? യേശു ക്രിസ്തുവിനോട് കൂടെ. കർത്താവിൻ്റെ, ആമേൻ, കർത്താവ് ഏറ്റ കഷ്ടതകൾ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നിങ്ങളെക്കുറിച്ചൊരു ദൂതുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ചൊരു വാഴ്ത്തത്വമുണ്ടെങ്കിൽ നശിച്ചു പോകുമോ? ഒരിക്കലുമില്ല. ഈ ദൂത് കിടക്കും. ഈ ദൂത് കിടക്കുമെന്നേ നമ്മളുടെ കണ്ണ് ചിമ്മി അടയും മുൻപേ. സ്തോത്രം. ഈ ദൂത് നമ്മുടെ കണ്ണ് ചിമ്മി അടയും മുൻപേ അത് നിവർത്തിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു തലമുറയെക്കുറിച്ചുള്ള ദൂതാണെങ്കിലും, ഒരു ഉപജീവനത്തെക്കുറിച്ചുള്ള ദൂതാണെങ്കിലും, ആമേൻ, സ്തോത്രം, ഒരു സാമ്പത്തിക വഴിയെക്കുറിച്ചുള്ള ദൂതാണെങ്കിലും, ആമേൻ, ഇനി ഏത് തലത്തിലുള്ള ദൂതാണെങ്കിലും, അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും മുൻപേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഉറപ്പായിട്ടും സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നോക്കൂ, ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? അടുത്തെന്താ ഇവിടെ വായിക്കുന്നത്? 4-ാമത്തെ വാക്യം, പട ചേർക്കുന്നവനെ പ്രസാദിപ്പിക്കേണ്ടെന്ന് ഏതൊരു പടയാളിയും സ്വന്തം ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ദൈവ പൈതൽ ആയിരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അകത്തളങ്ങളിൽ നമ്മെ നിർത്തി നമ്മൾ വചനത്തിന്റെ വായനയ്ക്കകത്ത്, ആമേൻ, നല്ല വായനക്കാരനും നല്ല, ആമേൻ, ഉപദേശക്കാരനുമായി നിൽക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ കഷ്ടമാണ്. കഷ്ടമാണ്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. നോക്കി അടുത്ത്, ആമേൻ, 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു ദൂത് വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. അത് വായിച്ചേ. വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വച്ചു കൊള്ളുന്നവർ ആയിരിക്കണം. എവിടെ വെക്കണം? ശുദ്ധ മനസാക്ഷിയിൽ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ബോധിപ്പിക്കാനോ, ഒരു സഭയെ ബോധിപ്പിക്കാനോ, ഒരു സമൂഹത്തെ ബോധിപ്പിക്കാനോ, ഒരു പ്രപഞ്ചത്തെ ബോധിപ്പിക്കാനോ ഉള്ളതല്ല ഇത്. ഇത് ജീവിതത്തിൽ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതാണ് ശുദ്ധ മനസാക്ഷി. ഒരു മനുഷ്യൻ കരയുമ്പോൾ എത്ര ശത്രുവാകട്ടെ, എത്ര മിത്രമാകട്ടെ, എത്ര ക്രൂരനാകട്ടെ, ആ വ്യക്തിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പെട്ടെന്ന് വേദനിക്കും, അല്ലേ? സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന വേദനയ്ക്ക് നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ, ചിലപ്പോൾ ചില സാഹചര്യത്തിൽ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ഇല്ല. പരിശുദ്ധാത്മാവുള്ളവൻ, ആമേൻ,
ആ വ്യക്തിക്കൊരു വേദന വരുമ്പോൾ പെട്ടെന്ന് ഹൃദയം പൊടിയും. പ്രൈസ് ദി ലോർഡ്. വേദനകൾ എന്തെന്നറിയാമോ? എന്താ വേദന വരുന്നതെന്നറിയാമോ? ആമേൻ. ഇവിടെ വായിച്ചത് ശുദ്ധ മനസാക്ഷിയിൽ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തലം നമ്മുടെ ജീവിതത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നോക്കിയ 7-ാമത്തെ വാക്യത്തിലേക്കൊരു പറയുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ആ 7-ാമത്തെ വാക്യത്തിൽ ആമേൻ പിശാചിന്റെ കെണിയിലും ആമേൻ കുടുങ്ങാതിരിപ്പാൻ ആമേൻ പുറത്തേക്കുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിപ്പാനുമായിരിക്കണം. ആമേൻ. പ്രൈസ്. ഇതൊക്കെ വേറെ ആർക്കും ഉള്ളതല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമുക്കുള്ളതാണ് ഇതെല്ലാം. സ്തോത്രം. അതുകൊണ്ടും ശുശ്രൂഷകന്മാർ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ദൈവപൈതലെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഘനശാലികളായിരിക്കണം. ഘനശാലി എന്ന് പറയുമ്പോൾ ആരത്തും മിണ്ടാത്തിരിക്കുന്നതല്ല. ചില പാസ്റ്റർമാരെ കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ പറയുമ്പോൾ ഒരു സ്തോത്രം ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി സ്തോത്രം കൊടുക്കും. പക്ഷെ അവരെ കൈ പിടിക്കുമ്പോൾ എന്തോ പറയാ, ഈ വാഴത്തണ്ടി പിടിക്കുന്നത് പോലെ അവർ ബലമില്ലാത്തവരെ പോലെ തരും. അപ്പോൾ അവർ നല്ല പവറിൽ നിൽക്കണമെന്നാണ്. എന്നാൽ കൈ കൊടുക്കുമ്പോൾ പോലും മുഖത്തൊരു ഒരു സന്തോഷമില്ലാത്ത ആയിരക്കണക്കിന് പേരെ എനിക്കറിയാം. സ്തോത്രം. അതല്ല അഭിഷിക്തന്മാരെ. നമ്മൾ ആറ് കൈ കൊടുത്താലും സഹോദരന്മാരും കൈ കൊടുക്കാൻ ആ കത്രിമേശ കഴിയുമ്പോൾ വിശുദ്ധ ചുംബനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ മുഖത്തുള്ള ആ ഒരു ഫീൽ. സ്തോത്രം. ഹല്ലേലൂയ. കൈ കൊടുക്കുമ്പോൾ നല്ല ഉറപ്പായിട്ട് ഇപ്പൊ ദിലീഷ് ബ്രദറിന്റെ കയ്യിൽ ഞാൻ സ്തോത്രം കൊടുക്കുമ്പോൾ ആ കയ്യിലൊക്കെ ഞാൻ കയറി അമർത്തി കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? സ്തോത്രം. എങ്കിലും ഞാൻ ചുമ്മാ കയറി പിടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നല്ല പാറപ്പുറത്ത് പിടിച്ച പോലെ കൈ. ആമേൻ. ചില പാസ്റ്റർമാരെ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ അവർ പഞ്ഞിക്കകത്ത് പോലെയാണ് അവരുടെ കൈയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? ദൈവത്തിന്റെ മുൻപിൽ അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അപ്പൊ ഈ മർമ്മത്തിനകത്തളങ്ങളിൽ നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ ഇവിടെ കാണുന്ന കണ്ടോ? ആമേൻ. സ്തോത്രം. ഇതിനകത്ത് നിങ്ങൾ ഈ 3-ാമത്തെ അധ്യായം നല്ല പോലെ വായിക്കണം. സ്തോത്രം. ഈ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഇന്ന് വായിക്കാതെ നിങ്ങൾ ഉറങ്ങരുത്. സ്തോത്രം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പോരായ്മയില്ലാത്ത മനുഷ്യ ജീവിതത്തിൽ ഇല്ലെന്ന് ആരുമില്ലെന്നേ. നമ്മളെല്ലാവരും പോരായ്മയുള്ളവർ, ഞാൻ അടക്കം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം പല്ലുള്ളവരല്ലേ? പല്ലുള്ളവരുണ്ടല്ലോ ഇതിനകത്ത്. പല്ല് വേദനയ്ക്ക് വേണ്ടി നമ്മൾ ദന്തൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വായിലും പല്ലുണ്ട്. ആമേൻ. ഞാൻ ചോദിച്ചു, എന്താ സാറൊന്നും ഇത്രയും സംസാരിച്ച് മിണ്ടാത്തെന്താ? മാസ്ക് വെച്ചിരിക്കുക. അപ്പോൾ അടുത്തല്ലേ ആള് പറയാ, 3 പല്ല് അകത്തുനിന്ന് എടുത്തിരിക്കുക പിടുന്നത്. അതാ ഒരു പല്ല് ഇത്രയും നീട്ടമുണ്ടെന്ന്. മനസ്സിലായോ? ആമേൻ. അതാ പുള്ളി മിണ്ടാത്ത. അത് എടുത്തിട്ട് മണിക്കൂറുകളായില്ല. ആമേൻ. എന്നിട്ടും അടുത്ത ആളുടെ പല്ല് പറിക്കുക. എന്നിട്ടും അടുത്തൊരാളുടെ പല്ല് പുള്ളി പറിക്കുക. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലും വേദനയുണ്ട്. നമ്മൾ ആ വേദന മാറ്റിവെച്ചല്ലേ ഒരാളിനോട് പ്രാർത്ഥിക്കുന്നേ? സ്തോത്രം. ആ വേദന മാറ്റിവെച്ചല്ലേ ഒരാളിനെ കൈക്ക് പിടിക്കുന്നത്? യേശു നിന്നെ സഹായിക്കും, അനുഗ്രഹിക്കും. നമ്മൾ കിടക്കുന്നത് ഇങ്ങനെ വേദനയില്ല. പക്ഷേ നമ്മളുടെ കരുത്ത് വരുന്നത് എത്ര അഭിഷിക്തൻ പറഞ്ഞതുപോലെ എത്ര വേദനിച്ചാലും എത്ര പ്രയാസം വന്നാലും കർത്താവ് നമ്മെ തള്ളിക്കളയില്ല, പിടിക്കും. കടഭാരമുള്ള എത്രയോ കടഭാരമുള്ളവർ മക്കളെ മാറ്റി നിർത്തി മക്കളെയും കൂടെ ചേർത്ത് പിടിച്ച് നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ യേശുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന് എന്ത് പ്രശ്നം വന്നാലും കർത്താവ് കൂടെ നിൽക്കും. ഉറപ്പായിട്ടും കൂടെ നിൽക്കുമെന്നേ. ആമേൻ. സ്തോത്രം. ഇനി എത്ര തലമുറ നമ്മൾക്കുണ്ടെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളെ വളർത്താൻ ആ മാതാവിന് ദൈവം കൃപ കൊടുക്കും, അല്ലെങ്കിൽ ആ പിതാവിന് ദൈവം കൃപ കൊടുക്കും. ഇന്ന് രാത്രി സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. തീമോഥെയോസിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകൾ ചെറുതല്ല കേട്ടോ, വലിയ പ്രവർത്തികളാണ് തീമോഥെയോസിൽ കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 1-ാമത്തെ അധ്യായത്തിന്റെ
18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്കാണ്, മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി സ്തോത്രം അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല യുദ്ധസേവ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കർത്താവേ നീ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നീ എന്നെ ഏൽപ്പിച്ചത് ഇന്ന് രാത്രി ഞാൻ ചെയ്യാൻ പോകുകയാ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ ഏൽപ്പിച്ചത് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യവും 2 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യവും 2 തീമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോഴും 1 തീമോത്തിയോസ് 6:12 വരുമ്പോഴും ദൈവത്തിന്റെ അഭിഷിക്തൻ വിളിച്ചു പറയുന്നത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്ത് ചെയ്യണം? നീ നല്ല ഒരു പടയാളിയായി. ആമേൻ. ഇനി എന്ത് പ്രശ്നം വന്നാലും ഈ പടയാളി ഇട്ടിട്ട് പോകത്തില്ല. ആമേൻ. ഇതിനകത്ത് വേദനയുള്ളവരിരിപ്പുണ്ട്, ഓരോ പ്രശ്നത്തിൽ കടന്നു പോകുന്നവരിപ്പുണ്ട്. നമ്മളെന്താ ആത്മഹത്യ ചെയ്യാത്ത? നമ്മളെന്താ എത്രയോ പ്രാവശ്യം നമ്മളെ പ്രേരിപ്പിച്ചു, ശത്രു നീ ചത്തുകള എവിടെയെങ്കിലും പൊക്കള. ഇല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ഇനി എന്ത് പ്രശ്നം വന്നാലും കർത്താവ് കൂടെ ഉണ്ട്. പിടിച്ചോ, കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചോ. അവൻ നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാമോ? കേൾപ്പിച്ച് വചനത്തിൻ്റെ മുമ്പിൽ നമ്മളിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിൽ സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കി ഈ രാത്രി പരിശുദ്ധാത്മാവിന് നിയോഗം നമ്മളുടെ മേൽ വെളിപ്പെടേണ്ടത്.